സ്ട്രിപ്പ് ആണ്. ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നാവിൽ വെക്കാം. ദാറ്റ്സ് ഇറ്റ്. ഒന്ന് പൊട്ടിച്ച് നാവിൽ വെക്കുക. ദാറ്റ്സ് ഇറ്റ്. കൊള്ളാം. ഒന്നാമത്തെ കാര്യം ഇത് നമ്മുടെ സ്ലീപ്പ് സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യും. മക്കളെ, ഇത് വെറുതെ ചുമ്മാ കഴിക്കേണ്ട മരുന്നല്ല ഇതൊന്നും. മക്കളെ, മെലാറ്റോണിൻ എന്ന് പറയുന്നൊരു സംഭവമാണ്. അത് നമ്മുടെ ബോഡി സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ഹോർമോണാണ്. അഥവാ നമ്മൾ എപ്പോഴും ഈ ഹോർമോൺ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഡിപ്പെൻഡന്റ് ആവും. രാത്രി ഉറക്കം കിട്ടാതെ തിരിഞ്ഞു മറിഞ്ഞും കഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് അങ്ങോട്ട് വാരിക്കോരി എടുത്തു കഴിഞ്ഞാൽ ഈ ബ്ലഡ് പ്രഷർ, പിന്നെ ബർത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കോൺട്രാസെപ്റ്റീവ്സ് പിൽസ് കഴിക്കാറുണ്ടല്ലോ. അതായത് ഈ ഡ്രഗും മെലാറ്റോണിനും തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ട് എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഡ്രഗിന്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്തിട്ട് ബോഡിയിൽ സൈഡ് എഫക്ട്സും പിന്നെ ചില ഡ്രഗുകളുടെ എഫക്ട് കുറയുകയും ചെയ്യും. ഭയങ്കര വലിയ സിവിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുക. അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേട്ടോണ്ട് നിങ്ങൾ തുള്ളിച്ചാടി ഓരോന്ന് വാങ്ങിച്ച് കഴിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് എന്നിട്ടും നിങ്ങൾ കഴിക്കണമെന്ന് ആ താല്പര്യം ഉണ്ടെങ്കിൽ കുഞ്ഞുവാവനെ പോലെ സുഖമായിട്ട് ഉറങ്ങാം. എടുക്കാൻ പൈസ കിട്ടുന്ന കരുതി എന്തും ചെയ്യാന്നുള്ള ആ ഒരു രീതി ഒട്ടും നല്ലതല്ല. ഒന്നുമില്ലെങ്കിൽ നിന്നെ ഇഷ്ടപ്പെടുന്ന ഫോളോവേഴ്സ് അല്ലേ നിന്റെ വീഡിയോസ് കാണുന്നത്. എത്ര പേരാ നിന്റെ വീഡിയോസിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്യുന്നത് ഈ ഡ്രഗിന്റെ പേര്. കഷ്ടം തന്നെ. ഹീറോ പ്രൊഡക്റ്റ് ആണ് എൽ മെലറ്റോണിൻ. അതാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഹിന്ദി ഉപയോഗിക്കാറ്. എന്നിട്ട് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മലയാളത്തിൽ തന്നെ അവയർനെസ് തരണം എന്നുണ്ട്. ഈ ADHD പേഷ്യൻസ്, ഓട്ടിസം ബാധിച്ച പേഷ്യൻസ്, ഇവർക്കൊക്കെ കൊടുക്കുന്ന ഡ്രഗ് എന്തിനാ മക്കളെ നോർമൽ ആയിട്ടുള്ള നമ്മൾ എടുക്കുന്നത്? നിങ്ങൾ തന്നെ ഉറങ്ങിക്കോളൂ. എന്തും ചെയ്യാൻ പാടില്ല, മനസ്സിലാക്കിക്കോ.